മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട ഒരു കുടുംബമാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിൻ്റേത്. അഭിനയ രംഗത്തേക്കാൾ ഉപരിയായി സോഷ്യൽ മീഡിയയുടെ ലോകത്ത് കൃഷ്ണകുമാറും കുടുംബവും സൃഷ്ടിച്ച സ്വാധീനം ചെറുതല്ല. അഹാന, ദിയ, ഇഷാനി, ഹൻസിക എന്നിങ്ങനെ 4 പെൺമക്കളും അവരുടെ അമ്മ സിന്ധു കൃഷ്ണയും കൃഷ്ണകുമാറും അടങ്ങുന്ന 6 അംഗ കുടുംബത്തിലെ ഓരോരുത്തർക്കും ഇത് സ്വന്തമായി വലിയ ആരാധക വൃന്ദമുണ്ട്. ഓരോരുത്തരുടെയും പേരിൽ പ്രത്യേകമായുള്ള യൂട്യൂബ് ചാനലുകൾക്കും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കും ലഭിക്കുന്ന സ്വീകാര്യത അവരുടെ കുടുംബജീവിതത്തിലെ ഓരോ നിമിഷവും ആരാധകർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് തെളിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന ഓരോ പുതിയ വിശേഷവും നിമിഷ നേരം കൊണ്ട് തന്നെ ഇന്റർനെറ്റിൽ തരംഗമാകാറുണ്ട്. അത്തരത്തിൽ വൈകാരികമായൊരു കുടുംബവിശേഷമാണ് ഇപ്പോൾ കൃഷ്ണകുമാർ പങ്കുവച്ചിരിക്കുന്നത്. കാലങ്ങൾ കടന്നു പോകുമ്പോഴും മാറാത്ത സ്നേഹത്തിന്റെയും കരുതലുകളുടെയും ഓർമ്മപ്പെടുത്തലായി ആ കുഞ്ഞുടുപ്പിനെ കുറിച്ചുള്ള രസകരമായ ഒരു കുറിപ്പാണ് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. 30 വർഷങ്ങൾക്കപ്പുറമുള്ള ഓർമ്മകളെ തൊട്ടുണർത്തുന്ന ഒന്നായിരുന്നു ആ ചിത്രം. 30 വർഷം മുമ്പ് തന്റെ മൂത്ത മകൾ അഹാന കൃഷ്ണയ്ക്കായി വാങ്ങിയ ഒരു കുഞ്ഞുടുപ്പ് ഇന്നും ആ കുടുംബത്തിൽ ഭദ്രമായിരിക്കുന്നു എന്നതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. കേവലം ഒരു വസ്ത്രം എന്നതിലുപരി അത് 3 ദശാബ്ദങ്ങളുടെ ചരിത്രവും 4 മക്കളുടെ ബാല്യകാല സ്മരണകളും പേറുന്ന ഒന്നാണ്. അഹാനയ്ക്കു ശേഷം ദിയയും ഇഷാനിയും ഹൻസികയും തങ്ങളുടെ ശൈശവ ദിനങ്ങളിൽ ഇതേ ഉടുപ്പ് അണിഞ്ഞിട്ടുണ്ട്. അന്നെടുത്ത ചിത്രങ്ങൾ ഓരോന്നും തുന്നിച്ചേർത്ത് ഇപ്പോൾ തന്റെ കൊച്ചുമകനായ ഓമി എന്നറിയപ്പെടുന്ന ഓംകാർ ഇതേ ഉടുപ്പ് ധരിച്ചു നിൽക്കുന്ന ചിത്രവും കൃഷ്ണകുമാർ ആരാധകർക്കായി പങ്കുവച്ചു. തലമുറകൾ കൈമാറി വരുന്ന ആ കുപ്പായം ഇപ്പോൾ അടുത്ത തലമുറയിലെ ആദ്യത്തെ അംഗമായ ഓമിയിൽ എത്തി നിൽക്കുമ്പോൾ തനിക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണെന്ന് കൃഷ്ണകുമാർ കുറിച്ചു. 3 ദശാബ്ദങ്ങൾക്കപ്പുറം ആ ഉടുപ്പ് ഒരു പോറലുമില്ലാതെ സൂക്ഷിച്ചു വെച്ചതിലും അത് തന്റെ കൊച്ചുമകൻ അണിഞ്ഞു കാണുന്നതിലും വലിയൊരു ആത്മസംതൃപ്തിയുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ വിശേഷം പങ്കുവെക്കുന്നതിനോടൊപ്പം തന്നെ തന്റെ പിതൃത്വത്തെക്കുറിച്ചും മക്കളെ വളർത്തിയ രീതിയെക്കുറിച്ചുമുള്ള ചില സുപ്രധാനമായ കാഴ്ചപ്പാടുകളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. കൃഷ്ണകുമാർ തന്റെ മക്കളെ കുറിച്ച് എപ്പോഴും അഭിമാനിക്കുന്ന ഒരച്ഛനാണ്. തന്റെ മക്കൾക്ക് അമിതമായ സ്വാതന്ത്ര്യം നൽകിയെന്ന് ചിലർ വിമർശിക്കാറുണ്ടെങ്കിലും അതിനോടൊന്നും അദ്ദേഹം യോജിക്കുന്നില്ല. സ്വാതന്ത്ര്യം എന്നത് ഒരാൾക്ക് നൽകേണ്ട ഒന്നല്ലെന്നും അത് ഓരോരുത്തർക്കും ജന്മനാ ഉള്ള അവകാശമാണെന്നുമാണ് അദ്ദേഹത്തിന്റെ പക്ഷം. മാതാപിതാക്കൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് മക്കളെ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ അനുവദിക്കുക എന്നതാണ്. ജീവിതത്തിൽ നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ മക്കൾക്കും പറ്റിയേക്കാം. അപ്പോഴാണ് അവർ ജീവിതം പഠിക്കുന്നത്. മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും സ്വന്തം തെറ്റുകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാൻ മക്കളെ പ്രാപ്തരാക്കുകയാണ് വേണ്ടത്. മക്കളുടെ കാര്യത്തിൽ അനാവശ്യമായി ആശങ്കാകുലരാകുന്നത് അവർക്ക് ഗുണത്തേക്കാൾ ഉപരി ദോഷമേ ചെയ്യൂ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. കുട്ടികൾക്ക് അഭിരുചിയുള്ള മേഖല ഏതാണോ അതിലേക്ക് അവരെ തുറന്നു വിടുകയാണ് വേണ്ടത്. തന്റെ 4 മക്കൾക്കും കലാരംഗത്തും സോഷ്യൽ മീഡിയയിലും സജീവമാകുമ്പോൾ അവർക്ക് ലഭിക്കുന്ന എല്ലാ പിന്തുണയ്ക്കും പിന്നിൽ കൃഷ്ണകുമാർ എന്ന അച്ഛന്റെ ഈ ഉറച്ച നിലപാടുകളുണ്ട്. തന്റെ കരുത്തും ബലവും മക്കളാണെന്ന് കൃഷ്ണകുമാർ എന്നും പറയാറുണ്ട്. ഒരു കാലത്ത് താൻ സിനിമയിൽ സജീവമായിരുന്നെങ്കിലും ഇപ്പോൾ കുറച്ചു കാലമായി താൻ അഭിനയ രംഗത്ത് അത്ര സജീവമല്ല. 1 രൂപ പോലും വരുമാനമായി ഇപ്പോൾ വീട്ടിലേക്ക് താൻ നൽകുന്നില്ലെന്ന് അദ്ദേഹം തുറന്നു സമ്മതിക്കുന്നു. എന്നിരുന്നാലും തന്റെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട്. അത് തന്റെ മക്കളുടെ കഠിനാധ്വാനം കൊണ്ടാണെന്ന് അദ്ദേഹം അഭിമാനത്തോടെ പറയുന്നു. ഇന്ന് തന്റെ വീട് നോക്കുന്നതും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും മക്കളാണ്. താൻ ഇപ്പോൾ സന്തോഷത്തോടെ ചെലവാക്കുന്ന പണം പോലും മക്കൾ അധ്വാനിച്ചുണ്ടാക്കുന്നതാണെന്ന് എന്നതിൽ വലിയ സന്തോഷമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. സാധാരണയായി മാതാപിതാക്കൾ മക്കളെ നോക്കുന്ന രീതിയിൽ നിന്ന് മാറി മക്കൾ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്ന ഈ കാഴ്ച മലയാളി പ്രേക്ഷകർക്കിടയിൽ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന് വലിയൊരു സ്ഥാനം നേടിക്കൊടുത്തു. സോഷ്യൽ മീഡിയയിൽ കൃഷ്ണകുമാർ കുടുംബവും എപ്പോഴും സജീവമാണ്. കുടുംബത്തിലെ ചെറിയ തമാശകളും ആഘോഷങ്ങളും പ്രയാസങ്ങളുമെല്ലാം അവർ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട്. ഓരോ അംഗത്തിനും ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബ്സ് ഉള്ള ചാനലുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവരിൽ ഒരാളായി ആരാധകർ ഇവിടെ കാണുന്നു. അഹാന കൃഷ്ണ എന്ന നടിക്ക് പുറമെ ദിയ കൃഷ്ണയുടെ വിവാഹവും ഗർഭകാലവുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. ഇപ്പോൾ ദിയയുടെ മകൻ ഓമി ജനിച്ചതിനു ശേഷമുള്ള വിശേഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ. ഈ അവസരത്തിലാണ് പഴയ കാലത്തെയും പുതിയ കാലത്തെയും ബന്ധിപ്പിക്കുന്ന ഈ കുഞ്ഞുടുപ്പിന്റെ കഥയുമായി കൃഷ്ണകുമാർ എത്തിയത്. 30 വർഷം ഒരു വസ്ത്രം സൂക്ഷിച്ചു വെക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സിന്ധു കൃഷ്ണ എന്ന അമ്മയുടെയും കൃഷ്ണകുമാർ എന്ന അച്ഛന്റെയും കരുതൽ ആ വസ്ത്രത്തിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അഹാനയുടെ ചെറുപ്പത്തിലെ ചിത്രവും ഓമിയുടെ ചിത്രവും ചേർത്ത് വെക്കുമ്പോൾ ആരാധകർക്ക് അതൊരു കൗതുകം മാത്രമല്ല, മറിച്ച് മനോഹരമായൊരു നൊസ്റ്റാൾജിയ കൂടി മാറുന്നു. നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് കൃഷ്ണകുമാർ പങ്കുവച്ച ഈ പോസ്റ്റ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു.
മക്കളെ അവരുടെ വഴിക്ക് വിടുക എന്ന അദ്ദേഹത്തിന്റെ ഉപദേശവും മക്കളോടുള്ള സ്നേഹവും പലർക്കും മാതൃകയാണ്. ഒരു കാലത്ത് സിനിമയിലൂടെ മലയാളി മനസ്സിൽ ഇടം നേടിയ താരം ഇന്നൊരു നല്ല കുടുംബനാഥനായും കരുതലുള്ള അച്ഛനായും ആരാധകരുടെ കയ്യടി നേടുകയാണ്. മക്കൾ ഓരോരുത്തരും അവരവരുടെ മേഖലകളിൽ സ്വന്തമായി വ്യക്തിമുദ്ര പതിപ്പിക്കുമ്പോഴും അവരുടെ വേരുകൾ ഈ കുടുംബത്തിൽ തന്നെയാണെന്ന് ഇത്തരം കൊച്ചു കൊച്ചു വിശേഷങ്ങൾ തെളിയിക്കുന്നു. കാലം എത്ര മാറിയാലും തലമുറകൾ എത്ര വന്നാലും സ്നേഹത്തിന്റെ തുന്നലുകളുള്ള ഇത്തരം ഓർമ്മകൾക്ക് മരണമില്ലെന്ന് ഈ 30 വർഷം പഴക്കമുള്ള കുഞ്ഞുടുപ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വരും കാലങ്ങളിലും ഈ കുടുംബത്തിൽ നിന്നുള്ള ഇത്തരം ഹൃദ്യമായ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ.